ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കണ്ടാൽ തന്നെ ചിരി വരുന്ന ഒരു കുരങ്ങന്റെ പാവ. ആ പാവയുടെ പിന്നിലായിട്ട് ഒരു ചാവിയുണ്ട്. ആരെങ്കിലും ഒരുത്തന്നെ ആ പാവയുടെ ചാവി ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ തീർന്നു. തിരിച്ചവനല്ല, അവന്റെ ചുറ്റുപാടുള്ള ആൾക്കാർ. ഈ വിചിത്രമായിട്ടുള്ള പാവയുണ്ടല്ലോ, ഇത് യാദൃശ്ചികമായിട്ട് രണ്ട് കുട്ടികളുടെ കയ്യിലെത്തിപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ആ കുട്ടികളും അവരുടെ ചുറ്റുമുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുടെ ലൈഫ് തന്നെ മാറി മറിയാണ്. സിനിമയുടെ അവസാനം വളരെ കൊടൂരമായിട്ടുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. എന്താണ് ആ ഒരു കാര്യം? അതുപോലെ ഓസിയുടെയും രോഹന്റെയും ചെറുപ്പകാലത്തിൽ അവർ താമസിച്ച ആ ഒരു ഗ്രാമത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു മങ്കിയുടെ കുരങ്ങന്റെ പാവയുമായിട്ട് ഒരു പാവക്കടയിലേക്ക് വരുന്ന ഒരു സർക്കസുകാരനാണെന്ന് തോന്നുന്നു. ആ കടയിൽ അതുപോലെ ഒരുപാട് വേറെയും പാവകളുണ്ട് കേട്ടോ. ഈ കടയിൽ നിന്ന് മേടിച്ച് ഈ പാവ ഇവിടെ തന്നെ തിരിച്ചു കൊടുക്കാനാണ് ആ ആളിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ കോലം കണ്ടപാട് തന്നെ കടക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ പറ്റിയത്? ദേഹം മുഴുവൻ രക്തം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു സർക്കസുകാരൻ പറയണത്, സാറേ അതൊന്നും നിങ്ങൾ നോക്കണ്ട, എന്റെ ദേഹത്തുള്ളത് എന്റെ രക്തമല്ല, നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്താ ഇവിടുന്ന് വാങ്ങിച്ചതാണ് ഈ പാവ, ഇത് നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറയാണ്. എനിക്ക് ഈ പാവയെ വേണ്ട, ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാകും എന്നാ വിചാരിച്ചത്. പക്ഷേ സാറേ എനിക്ക് കൂടുതലൊന്നും പറയല്ല, ഇത് നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറയണം. എന്നാൽ ആ കടക്കാരൻ പറയുന്നത്, നിങ്ങൾ അവിടുത്തെ നിയമം കണ്ടായിരുന്നു, ഇത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഒരു സാധനം മേടിച്ചാൽ, അതൊരു പാവ മേടിച്ചാൽ അത് റിട്ടേൺ എടുക്കില്ല. ഇത് കേട്ടപ്പോ ആ സർക്കസുകാരൻ പറയാണ്, പാവയോ? ഈ സാധനോ? എന്റെ പൊന്ന് സാറേ, ഇത് ഒരു പാവയൊന്നും അല്ല, ഇത് മറ്റെന്തോ ആണ്, എനിക്കറിയില്ല ഇത് എന്താണെന്ന്, ദയവ് ചെയ്ത് ഇതൊന്ന് തിരിച്ചെടുക്കെന്ന് പറയണം. എന്നാൽ ഇതേ നേരം തന്നെ കടക്കാരൻ നോക്കുമ്പോൾ ഈ പാവയുടെ, അതായത് ഈ മങ്കി പാവയുണ്ടല്ലോ, ഇതിന്റെ ഒരു കൈ ഇങ്ങനെ പൊന്തി കിടക്കാണ്. അപ്പൊ ആ ഒരു കടക്കാരൻ പറഞ്ഞു, അല്ല ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞാൻ തരുന്ന സമയത്ത് രണ്ട് കൈയും താഴ്ഭാഗത്തായിരുന്നല്ലോ. ഇത് കേട്ടപ്പോ സർക്കസുകാരൻ വീണ്ടും പേടിക്കുകയാണ്. എന്റെ പൊന്ന് കടക്കാര, അതിന്റെ ആ ഒരു കൈ കൊണ്ട് ചെണ്ടയിലേക്ക് അടിക്കുന്ന കാര്യം നിങ്ങൾ പറയല്ലേ, ആ കൈ അങ്ങനെ പൊന്തിയ അവസ്ഥയിൽ തന്നെ നിന്നോട്ടെ. ഇത് പറഞ്ഞു തീർന്നില്ല, ആ മങ്കിയുടെ പാവയുണ്ടല്ലോ പതിയെ പതിയെ അനങ്ങാൻ തുടങ്ങുകയാണ്. അതിന്റെ ആ ഒരു കൈകൾ കൊണ്ട് ചെണ്ടയിൽ ഡങ് 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 എന്നിട്ട് മുട്ടാൻ തുടങ്ങി. അപ്പൊ തന്നെ ഈ സർക്കസുകാരനുണ്ടല്ലോ, ഇയാള് വല്ലാണ്ടിട്ട് പേടിച്ചു പോയി കേട്ടോ. സംതിങ് എന്തോ ഒന്ന് സംഭവിക്കാൻ പോവാണ്. അയാൾ പേടിയോടുകൂടെ ചുറ്റും നോക്കുന്ന സമയത്ത് ആ കടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു എലി ഒരു കയറങ്ങനെ കടിക്കുന്നുണ്ട്. ഒരു പഴയ എന്തോ ഒരു ശില്പം, അതിനെ കെട്ടിവെച്ചതായിരുന്നു ആ ഒരു കയറ്. ആ എലി ആ ഒരു കയറ് കടിച്ച് അവസാനം ആ ഒരു ശില്പത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ്, അതിൽ നിന്നും എന്തോ ഒന്ന് തെറിച്ച് വന്ന ആ ഒരു കടക്കാരനുണ്ടല്ലോ, ഇയാളുടെ വയറ്റത്ത് കയറുകയാണ്. പിന്നീട് അയാളുടെ ആ ഒരു കുടൽമാന അതിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് ഈ സർക്കസുകാരന്റെ കിളി അങ്ങോട്ട് പാറിപ്പോയി. അതുപോലെ തന്നെ ഇയാൾക്ക് ഭ്രാന്തിളക്കുകയാണ്. ഇനി ഈ കടയും വേണ്ട, ഇവിടുന്ന് എടുത്ത് ഈ പാവയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ പെട്രോൾ എന്തോ ഉണ്ടായിരുന്നു, അതൊക്കെ ആ ഒരു കടയിൽ ഒഴിച്ച് ഒരു ഫ്ലെയിമർ എടുത്ത് അവിടെ മുഴുവനായിട്ടും തീ വെക്കുകയാണ്. പ്രധാനമായിട്ടും ആ ഒരു പാവയെ ഇനി ഒരുത്തന്റെയും ജീവൻ എടുക്കാൻ നീ ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാവയെ പൂർണ്ണമായിട്ട് കത്തിച്ച് നശിപ്പിച്ച് കളയാണ്. എന്നാൽ ആ പാവ അവിടെ വെച്ച് നശിച്ചോ ഇല്ലയോ എന്നുള്ളത് അത് നമുക്ക് പിന്നെ കാണാം. എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കഥാനായകനായിട്ടുള്ള ഓസിയെ കാണിക്കുകയാണ്. അവന്റെ കൂടെ തന്നെ ബ്രദർ ആയിട്ടുള്ള രോഹനുണ്ട്. രണ്ടുപേരും ഇരട്ടകളാണ് കേട്ടോ. ഈ ഓസി ഇളയവനാണ്, അതുപോലെ തന്നെ രോഹൻ മൂത്ത ആളാണ്. ഈ മൂത്തത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് നേരത്തെ അവൻ പുറത്തേക്ക് വന്നു. അതിന്റെ പേരിൽ അവൻ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് അനിയനായിട്ടുള്ള ഓസിയെ ചുമ്മായിട്ട് ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പറയാൻ വിട്ടുപോയി, ഓസി ഏതാണെന്നല്ലേ? കണ്ണാടി വെച്ച ആ ചെറുക്കനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഓസി. ആളൊരു പാവത്താനാട്ടോ. ചേട്ടനായിട്ടുള്ള രോഹൻ എന്ത് പറഞ്ഞാലും ചുമ്മാ കേട്ടോണ്ടിരിക്കുകയുള്ളൂ. തിരിച്ച് പ്രതികരിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. രാത്രി അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് തലയിലേക്ക് എന്തൊക്കെയോ ഇട്ട് അവനെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഓസിക്ക് എന്തോ അതിന് പറ്റുന്നില്ല. കാരണം അത്രയും ഒരു ടോർച്ചറിങ് ആണ് രോഹൻ ഓസിക്ക് കൊടുക്കുന്നത്. എന്നാലും ചേട്ടനായതുകൊണ്ട് തന്നെ അവൻ കൊല്ലാനൊന്നും നിന്നില്ല കേട്ടോ. ഇവരുടെ അമ്മ ലോറ, ഇവർക്ക് അച്ഛനില്ല. അതുകൊണ്ട് തന്നെ ലോറ ഇപ്പോ ഏതോ വലിയ പൈസക്കാരുടെ കൂടെ ചുമ്മാ അങ്ങനെ ജോലി അടിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ ഓസിയും രോഹനും കൂടെ ലോറയോട് അവരുടെ അച്ഛനെ കുറിച്ച് ചോദിക്കണം. അപ്പൊ ലോറ പറയണ, മക്കളെ എനിക്കറിയില്ല, ഒരു ദിവസം എന്തോ മേടിക്കാൻ വേണ്ടി വീട് വിട്ട് പുറത്തു പോയതാണ്, ഇതുവരെയായിട്ട് ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടില്ല. അയാൾ ഉപയോഗിച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ അലമാരയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ പോയി നോക്കിക്കോ, വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ വേണ്ടാത്തത് കളഞ്ഞോ എന്ന് പറയണം. എന്തായാലും പിള്ളേരെ ഒന്ന് പോയി നോക്കാന്ന് കരുതിയിട്ട് നേരെ ആ അലമാര പോയിട്ട് തുറക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും അച്ഛന്റെ പഴയ വസ്തുക്കളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ കൂട്ടത്തില് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു കുരങ്ങന്റെ പാവയുണ്ടല്ലോ, അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു ചെറിയ പെട്ടിയിലുണ്ട്. ഇത് കണ്ട സമയത്ത് പിള്ളേർക്ക് രണ്ടുപേർക്കും തോന്നി ഇതെന്ത് തേങ്ങ. അവര് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇപ്പൊ മൂത്ത ചേട്ടനായിട്ടുള്ള രോഹൻ ഉണ്ടല്ലോ, ആ ഒരു പാവ എടുത്തിട്ട് അതിന്റെ പിന്നിലുള്ള ആ ഒരു ചാവി തിരിച്ചപ്പോ അതിന്റെ കൈയൊക്കെ ഇളകാൻ തുടങ്ങി. മാത്രമല്ല അതിന്റെ ചുണ്ടുകളും ഇളകുകയാണ്. വേറെ കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പൊ ഇതൊക്കെ പഴയ സാധനമാണ്, കൊണ്ടേ വലിച്ചെറിയാന്ന് രോഹൻ പറയുമ്പോൾ ഓസി പറയണ, ഏയ് അതൊന്നും വേണ്ട, ഇത് നമ്മുടെ അച്ഛന്റെ സാധനമല്ലേ, നമുക്ക് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയണം. അപ്പൊ രോഹൻ പറയുന്നു, ഒന്ന് പോയടാ അവിടുന്ന്, അച്ഛന്റെ സെന്റിമെന്റ്സ് ആയിട്ട് നടക്കുന്നു. അയാൾ നമ്മളെ വിട്ടിട്ട് പോയി, പിന്നെ വെറുതെ എന്തിനാ അയാളെ ആലോചിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ നീ അതെടുത്തോന്ന് പറഞ്ഞിട്ട് രോഹൻ അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ പിള്ളേരെ നോക്കുന്ന ഒരു ബേബി സിറ്റർ ഉണ്ട്. അതായത് കുട്ടികളൊക്കെ വീട്ടിലേക്ക് നോക്കാൻ വരുന്ന ലേഡീസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഒരു ബേബി സിറ്റർ വീട്ടിലേക്ക് വരികയാണ്. രോഹനും ഓസിക്കും അവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഇന്ന് രണ്ടുപേരെയും കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി റെസ്റ്റോറന്റിലേക്ക് ഈ ബേബി സിറ്റർ പോവുകയാണ്. എന്നാൽ കാറിലേക്ക് ഈ ഓസി വന്ന
വന്ന് കയറിയപ്പോ തന്നെ അവന്റെ റൂമിൽ ഇന്നലെ കൊണ്ടുപോയി വെച്ച ആ ഒരു കുരങ്ങന്റെ പാവ അത് അവിടെ ഉണ്ട്. ഇതെങ്ങനെ കാറിൽ വന്നു എന്ന് അവനിങ്ങനെ ആലോചിക്കണം. ആ പോട്ടെ, എന്തായാലും ഹോട്ടലിൽ പോകാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ബേബി സിറ്ററുടെ കൂടെ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ പോയി നോക്കുമ്പോൾ മുട്ടയെല്ലാം വെച്ച് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തരം ഷെഫ്മാരില്ലേ, ഒരു ഡാൻസിങ് ഷെഫ്. അവിടെ പോയിട്ട് അയാളുടെ ആ ഒരു കുക്കിങ്ങും ഡാൻസ് എല്ലാം കണ്ടിട്ട് പിള്ളേർ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ കാറിന്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് ഇത്രയും നേരം കാറിന് പുറകിലുണ്ടായിരുന്ന ആ പാവ ഇപ്പോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയില്ല. മാത്രമല്ല പതിയെ പതിയെ അതിന്റെ ആ ഒരു കൈകൾ കൊണ്ട് ചെണ്ടയിൽ കൊട്ടാൻ തുടങ്ങുകയാണ്. ഇതേ നേരം റെസ്റ്റോറന്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഓസിക്ക് എന്തോ ഒരു ഫീല്, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവാണ്, സംതിങ് എന്തോ ഒന്ന് അവന് ഉള്ളിൽ ഫീൽ ആവുന്നുണ്ട്. അധികം വൈകിയില്ല, അവിടെ വെച്ച് അഭ്യാസങ്ങൾ കാണിച്ച് പാചകം ചെയ്യുന്ന ആ ഒരു ഷെഫ് ഉണ്ടല്ലോ, ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ കത്തി ബേബി സിറ്ററിന്റെ കഴുത്തിലൂടെ ഒരൊറ്റ പോക്കാണ്. അവരുടെ തല തുണ്ടമായിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഫ്രൈങ് പ്ലേറ്റിലേക്ക് ചെന്ന് വീഴാണ്. പിള്ളേരാകെ ഷോക്കായി പോയി. ഒറ്റ നിമിഷം കൊണ്ട് എന്താ സംഭവിച്ചെന്ന് പിള്ളേർക്ക് മനസ്സിലായില്ല. പിന്നീട് കേസും കാര്യങ്ങളൊക്കെ നടന്നു. എന്തായാലും പിറ്റേ ദിവസം ഈ ഒരു ബേബി സിറ്ററുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങോട്ടേക്ക് ഓസിയും റോഹനും അവരുടെ അമ്മയായിട്ടുള്ള ലോറയും പോയിട്ടുണ്ട്. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു. ആ സ്ത്രീയുടെ മൃതദേഹം മറവ് ചെയ്യാണ്. ആ നേരത്തും പിള്ളേർ ഭയങ്കര ടെൻഷനിലാണ്. അപ്പൊ ലോറ രണ്ട് പിള്ളേരെയും ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ വെറുതെ വിഷമിക്കുന്നത്, അവര് മരിച്ചു, സ്വാഭാവികം, നാളെ ചിലപ്പോ ഞാനും മരിച്ചേക്കാം, ഒരു ജീവനായാൽ ആ ജീവൻ എന്തെങ്കിലും പോകും, ഒരാൾ ജനിച്ചാൽ മരിക്കും എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ടും പിള്ളേർ ഓക്കെ ആകുന്നുണ്ട്. രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു മ്യൂസിക്കലിട്ട് 3 പേരും കൂടെ തുള്ളുകയാണ്. ഡാൻസ് കളിച്ച് അവരുടെ ആ ഒരു മൈൻഡൊക്കെ ഈ ലോറ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി ഓസി ഇപ്പോ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ആ സ്കൂളിൽ ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട് കേട്ടോ. പയ്യന്മാരല്ല, ലേഡീസ് ആണ്. പക്ഷേ ലേഡീസ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ കുറച്ച് കാണരുത്. റാഗ് ചെയ്യുന്ന കാര്യത്തിൽ ഇവളുമാര് ഭയങ്കര പുലികളാണ്. പാവം നമ്മുടെ ഓസിയെ ഭയങ്കരമായിട്ടിട്ട് അവിടെ ഇട്ട് കളിയാക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയും എല്ലാവരെയും കുറ്റം പറയാണ്. അവസാനം അവന്റെ പെയിന്റ് വരെ ഊരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടത്തിൽ ഓസി ഇപ്പോ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. സങ്കടവും ദേഷ്യമൊക്കെ ആയിട്ട് അവന്റെ ആ ഒരു കട്ടിൽ പോയിരിക്കുന്ന സമയത്ത് ആ ഒരു കുരങ്ങന്റെ പാവം താണ്ടെ അവന്റെ ടേബിള്. ഇതെന്താ ഇത്, ഞാൻ എന്തായാലും ഇതിനെ കൊണ്ടുവച്ചിട്ടില്ല. അവന്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് വരികയാണ്. അതായത് അവൻ എവിടെ പോയാലും അവന്റെ പിറകാലെ തന്നെ ഈ ഒരു കുരങ്ങന്റെ പാവ. അവൻ വേഗം തന്നെ അടുക്കളയിലേക്ക് ചെന്നിട്ട് അമ്മയാണോ ആ ഒരു പാവന്റെ റൂമിൽ കൊണ്ടുവച്ചെന്ന് അവനിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ചോദിച്ചപ്പോ ലോറ പറയാണ്, എടാ മോനെ, നീ അന്ന് അലമാരയിൽ ആ ഒരു പാവ എടുത്തില്ലേ, അപ്പം മുതൽ അത് നിന്റെ റൂമിലുണ്ടല്ലോ, ഞാനൊന്നുമല്ല അത് അവിടെ കൊണ്ടുവച്ചെന്ന് ലോറ പറയാണ്. ഓസി ആകെ കൺഫ്യൂഷനായിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ട് ഇപ്പൊ ആ ഒരു പാവയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൻ എന്തോ ഒരു സംശയം. ഇപ്പൊ ആ ഒരു പാവയോട് അവൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ബേബി സിറ്റർ അവരുടെ മരണത്തിന് പിന്നിൽ നീയാണോ എന്നൊക്കെ ആ ഒരു പാവയോട് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓസിയുടെ ചേട്ടനായിട്ടുള്ള രോഹൻ വരികയാണ്. രോഹൻ ചോദിക്കുകയാണ്, എടാ എന്താ നിനക്ക് വട്ടായോ, പാവയോടൊക്കെ സംസാരിച്ചു കൊടുക്കുന്നു. പിന്നെ ഇതും പറഞ്ഞ് ഓസിയെ ചുമ്മാ ദേഷ്യം പിടിപ്പിച്ച് കുറച്ച് ചൊറിഞ്ഞ് അവൻ അവിടുന്ന് പോവാണ്. രോഹന്റെ സ്ഥിരം പരിപാടിയാണ്. ഓസി പാവ ആയതുകൊണ്ട് ഇത് മുഴുവൻ കേട്ടിരിക്കുക കേട്ടോ. അങ്ങനെ വീണ്ടും മറ്റൊരു ദിവസം ഓസി സ്കൂളിലേക്ക് പോയി. അവൻ ബുക്കൊക്കെ എടുക്കാനായിട്ട് ബാഗ് തുറന്നു നോക്കുമ്പോൾ ആ ബാഗിനുള്ളിലും ഇതേ പാവ തന്നെ. അവനാകെ ഞെട്ടിപ്പോയി. ഇതെങ്ങനെയാ ബാഗിൽ വന്നതെന്ന് വിചാരിച്ച് അവൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള പെൺപിള്ളേർ ഇത് കാണുകയാണ്. അതിന്റെ പേരും പറഞ്ഞ് ഈ പെൺപിള്ളേര് അവനെ ഒരുപാട് കളിയാക്കാണ്. ദേ നോക്കിക്കേ, 2 കുരങ്ങന്മാരെന്ന് പറഞ്ഞിട്ട്, ഒന്ന് ബാഗിലും ഒന്ന് പുറത്തും. ഭയങ്കരമായിട്ട് പിന്നീട് ക്ലാസ്സിൽ വെച്ച് അവൻ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പിള്ളേരുടെ കൂടെ, അതായത് അവന്റെ കൂട്ടുകാരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ലേഡീസ് ഗ്യാങ്, അവർ ഈ ചീഞ്ഞ പഴവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിങ്ങനെ ചളി വെളിയാക്കിയിട്ട് അവന്റെ തലയിലൂടെ അങ്ങ് ഇടുകയാണ്. അപ്പൊ അവന് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടമൊക്കെ വന്നു കേട്ടോ. എന്നൊന്നും മിണ്ടാതെ അവൻ ഓടി വീട്ടിലേക്ക് വരികയാണ്. ദേഹം മുഴുവനും കച്ചറയാണ്, മുഴുവനായിട്ട് നാറുന്നുണ്ട്. അവൻ ആ ഒരു കുരങ്ങന്റെ അടുത്തേക്ക് ചെന്നിരുന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറയാണ്, കണ്ടോ എല്ലാവരും എന്നെ ഉപദ്രവിക്കുകയാണ്, ഇതിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ എനിക്കൊരു ചേട്ടനുണ്ടല്ലോ രോഹൻ, അവൻ ആദ്യം പോയിട്ട് കൊല്ലടാന്ന് പറഞ്ഞിട്ട് ചുമ്മാ അതിന്റെ പിന്നിൽ ആ ഒരു ചാവി പിടിച്ചങ്ങ് തിരിക്കുകയാണ്. ആ ദേഷ്യത്തിലും സങ്കടത്തിലും മോസി ചുമ്മാ ഒന്ന് ചെയ്തതാണ് കേട്ടോ. ഇതേ നേരം തന്നെ താഴെ കാണിക്കുന്നുണ്ട് ഇപ്പൊ സ്കൂളിൽ നിന്നും രോഹനും തിരിച്ചു വന്നിരിക്കുകയാണ്. അവനിപ്പോ എന്തെങ്കിലും സംഭവിക്കും എന്ന് നമ്മൾ വിചാരിച്ചു നിൽക്കുമ്പോൾ കിച്ചണിലുണ്ടായിരുന്ന അവന്റെ അമ്മയ്ക്ക്, അതായത് ലോറയ്ക്കാണ് സംഭവിച്ചത്. പെട്ടെന്ന് അവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെവിന്ന് വായുന്നൊക്കെ ചോര ഇങ്ങനെ ചീറ്റുകയാണ്. അധികം വൈകാതെ അവര് മരണപ്പെട്ടു പോവാണ് കേട്ടോ. ഇതേ നേരം തന്നെ ആ പാവ അതിന്റെ കൈകൾ കൊണ്ട് ചെണ്ടയിൽ അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ ലോറയുടെയും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കുട്ടികൾ രണ്ടുപേരും ചെറുതാണല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇനി നോക്കാൻ പോകുന്നത് ലോറയുടെ അനിയത്തിയായിട്ടുള്ള പെപ്പറും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സ്കോട്ടുമാണ്. അങ്ങനെ ആ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഓസി മനസ്സിൽ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് അമ്മയ്ക്ക് എന്തോ അസുഖമായിട്ട് അമ്മ മരിച്ചു പോയതാണെന്ന്. എന്നാൽ ഓസിക്ക് ഏകദേശം ഒരു 90% കൺഫേമായി. അതായത് ഇതിനെല്ലാത്തിനും പിന്നിൽ ആ പാവയാണ്. നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ പറയുന്ന ആളെയൊന്നും അല്ല ആ ഒരു പാവക്കില്ല, അതിനിഷ്ടപ്പെട്ട ആളെ ആയിരിക്കും. സംതിങ് എന്തോ ഒന്ന് അതിന്റെ ഉള്ളിലുണ്ട്, അതൊരു പിശാചാണെന്ന് അവന് മനസ്സിലായി. എന്തായാലും ചടങ്ങെല്ലാം കഴിഞ്ഞ് പിള്ളേര് രണ്ടുപേരും ഭയങ്കര ശോകമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഓസിയുടെ അരികിലേക്ക് അങ്കിളായിട്ടുള്ള സ്കോട്ട് വന്ന് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹനും ഓസിയും പോയിട്ട് കിടക്കുകയാണ്. രോഹൻ നന്നായിട്ട് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. എന്നാൽ ഓസിക്ക് എന്തോ ഉള്ളിലൊരു എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ, ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അർദ്ധരാത്രിയായ സമയത്ത് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. നേരെ പോയിട്ട് ആ ഒരു കുരങ്ങന്റെ പാവ എടുക്കുന്നുണ്ട്. അടുക്കളയിലെ വലിയൊരു കത്തി എടുത്തു. എന്നിട്ട് അതിനൊരു ടേബിളിലേക്ക് വെച്ച് അതിനെ വെട്ടി മുറിച്ചെടുക്കാന്ന് തീരുമാനിക്കുകയാണ്.
ശ്രമിക്കുകയാണ്. ആദ്യം തന്നെ അതിന്റെ കൈ അങ്ങ് വെട്ടിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് ജീവനുള്ള എന്തോ ഒന്നിന്റെ കൈ വെട്ടിയതുപോലെ അതിനുള്ളിൽ നിന്ന് രക്തമൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഓസിയുടെ ഉള്ളിൽ ഭയങ്കര ദേഷ്യവും പകയായിരുന്നു. എന്റെ അമ്മയുടെ മരണത്തിന് കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് കത്തി ഉപയോഗിച്ച് ആ പാവയെ പല കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിച്ച് ഒരു വേസ്റ്റ് കവറിലിട്ട് അതിന് വലിച്ചെറിയാണ്. ഇതിനുശേഷം ആന്റി ആയിട്ടുള്ള പെപ്പർ അതുപോലെ തന്നെ അങ്കിൾ സ്കോട്ട് അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. അത് അത്ര വലിയ വീടൊന്നുമല്ല, ഒരു ചെറിയ വീടാണ്. എന്തായാലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ, കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം എന്ന് കരുതിയിട്ട് ഓസിയും രോഹനും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ രണ്ടുപേർക്കും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് രാത്രിയായപ്പോൾ രോഹൻ താഴെ ചെന്ന് കുറച്ച് പാല് ചൂടാക്കി കഴിക്കാന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ചൂടാക്കുന്ന നേരത്ത് ഈ ജനലിന്റെ പുറത്തായിട്ട് എന്തോ ഒന്ന് നിൽക്കുന്നത് ഈ രോഹൻ കാണുകയാണ്. അവ്യക്തമായ ഒരു രൂപം. നോക്കിയ സമയത്ത് ആ ഒരു പാവയായിരുന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പുറത്തുണ്ടായിരുന്ന ആ ഒരു പാവ പെട്ടെന്ന് ഉള്ളിലേക്ക് വരികയാണ്. രോഹൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് ആ ഒരു പാവയെടുത്ത് ഓസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആ പാവയെ കണ്ട സമയത്ത് ഓസി ഞെട്ടിപ്പോയി കേട്ടോ. അപ്പൊ രോഹനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയത്? ഞാനിത് പല കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിച്ച് കളഞ്ഞതാണല്ലോ, പിന്നെ എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്? രോഹൻ കാര്യങ്ങൾ പറയാണ്. പെട്ടെന്ന് പുറത്തുണ്ടായിരുന്നു, പിന്നെ അകത്തേക്ക് വന്നു. ഈ നേരത്ത് ഓസി പറയുന്നുണ്ട്, എടാ ഇതൊരു സാധാരണ പാവയല്ല, നമ്മുടെ അമ്മ മരിക്കാൻ കാരണം ഇതാണ്. എനിക്ക് നല്ല സംശയമുണ്ട് ഇതിന്റെ ഉള്ളിൽ വല്ല പിശാചുണ്ടോ എന്ന്. എന്നാൽ ആദ്യമൊന്നും ഇത് വിശ്വസിക്കാതെ രോഹൻ പറയാണ്, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ, നമുക്കൊന്ന് പരീക്ഷ നോക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു കീ അവൻ തിരിച്ചു നോക്കുകയാണ്. അത് തിരിച്ചു. അധികം വൈകാതെ ഇതിന്റെ കൈകൾ കൊണ്ട് ആ ഒരു ചെണ്ടയില് ഡം ഡം എന്നിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ പുറത്ത് കിടന്നുറങ്ങിയിരുന്ന ഇവരുടെ അങ്കിൾ സ്കോട്ട് ഉണ്ടല്ലോ, സ്കോട്ടിന്റെ ദേഹത്തൂടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുതിരകൾ ഒരൊറ്റ ഓട്ടാണ് കേട്ടോ. കുറച്ചധികം കുതിരകൾ അയാളുടെ ദേഹത്ത് ചവിട്ടിയത് കൊണ്ട് തന്നെ വളരെ ക്രൂരമായിട്ട് തന്നെ ഈ സ്കോട്ട് മരണപ്പെട്ടു പോവാണ്. സോ ഇത് സംഭവിച്ചതോട് കൂടിയിട്ട് രോഹനും ആകെ ഞെട്ടിപ്പോവാണ്. ഓസി പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം അവൻ വിശ്വസിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത് കാരണം മറ്റൊരു മരണം ഉണ്ടാവരുത്. ഇതും പറഞ്ഞ് രണ്ടുപേരും ആ സാധനത്തിന് ഒരു പെട്ടിയിലോ ഡപ്പയിലോ എന്തോന്നിലാക്കി അടച്ച് കുറച്ച് ദൂരെയായിട്ട് അവിടെ വലിയൊരു പൊട്ടക്കിണർ ഉണ്ടായിരുന്നു. നല്ല ആഴമുണ്ട്. അതിനുള്ളിൽ അതിനെ കൊണ്ടുപോയിട്ട് അത് മൂടുകയാണ്. എന്നിട്ട് ആ ഒരു നാടും വീടും വിട്ട് രണ്ടുപേരും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഇപ്പൊ 25 വർഷമായിട്ടുണ്ട്. 25 വർഷത്തിന് ശേഷം ആന്റി ആയിട്ടുള്ള പെപ്പറിനെ വീണ്ടും കാണിക്കുകയാണ്. ഭർത്താവായിട്ടുള്ള സ്കോട്ട് അന്നേ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു വീട്ടിൽ പെപ്പർ ഒറ്റയ്ക്കേ ഉള്ളൂ. രാത്രിയിൽ അവരെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബേസ്മെന്റിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് താഴേക്ക് അവർ പോവുകയാണ്. ആ നേരത്തെ കാല് തെന്നി താഴേക്ക് വീഴുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഈ ഇരുമ്പിന്റെ കഷ്ണങ്ങളും ചൂണ്ടയുടെ പീസുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവരുടെ മുഖത്ത് തട്ടി ഒരു മുറിവാകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു വിധത്തിൽ എഴുന്നേറ്റ് വന്ന് അതിലെല്ലാം മരുന്ന് വെക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും എന്തൊക്കെയോ സ്വാഭാവികമല്ലാത്ത ചില ശബ്ദങ്ങൾ, അതായത് അസ്വാഭാവികമായ ചില ശബ്ദങ്ങൾ, അതിന്റെ കൂടെ തന്നെ ഗ്യാസ് ലീക്ക് ആവുന്നതിന്റെ സ്മെല്ലും ഫീൽ ആവുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി വേഗം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് ഫ്ലെയിം ഒന്ന് ആളി കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മുഖത്ത് മുറിവായതുകൊണ്ട് എന്തോ ചെറിയ മരുന്ന് വെച്ച് തേച്ചായിരുന്നല്ലോ, ആ മരുന്ന് തീ പിടിക്കുന്ന ടൈപ്പ് ഒരു മരുന്നായിരുന്നു. സോ ആ ഒരു മരുന്നിൽ തീ പിടിക്കുകയാണ്. അതായത് ആന്റി ആയിട്ടുള്ള പെപ്പറിന്റെ തലയിൽ മാത്രം തീയാവുകയാണ്. അവരെങ്ങോട്ടൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം പുറത്തേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ തൂണിൽ തലയിടിച്ച് സ്പോട്ടിൽ മരണപ്പെട്ടു പോവാണ്. അതായത് കുറേയധികം വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഈ കാര്യം സംഭവിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുന്നേ പിള്ളേര് മൂടിയിട്ട് പോയ ആ ഒരു ശക്തി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. സംതിങ് എന്തൊക്കെയോ ഒന്ന് സംഭവിക്കാൻ പോവാണ്. എന്തായാലും ഇതിനുശേഷം ഓസിയെ കാണിക്കുകയാണ്. അവനിപ്പോ വളർന്ന് വലുതായിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞു, അവനൊരു ഫാമിലി ഉണ്ട്. മാത്രമല്ല ചേട്ടനായിട്ടുള്ള രോഹനുമായിട്ട് ഇപ്പൊ വലിയ ബന്ധമൊന്നുമില്ല. അവനിപ്പോ വേറെ എവിടെയോ ജീവിക്കുകയാണ് കേട്ടോ. എന്തായാലും ഓസി ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയ സംഭവം വീട്ടിൽ നടക്കുന്നുണ്ട്. ഈ ഓസിയുടെ ഭാര്യ, ഇവർക്കൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇവൾക്ക് ഈ ഓസിയുടെ കൂടെ ജീവിക്കേണ്ട ഏതോ ഒരു വട്ടനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇനി അയാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള പീറ്ററിനെയും ഇവർ കൊണ്ടുപോവാണ്. അപ്പോൾ ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകന്റെ കാര്യത്തിൽ ഓസി നിനക്ക് യാതൊരു അവകാശം ഉണ്ടാവില്ല. ഇതെല്ലാം പറഞ്ഞ് ഓസി വേറൊരു ലെവലിൽ സ്ട്രെസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനുശേഷം മറ്റൊരു ഭാഗത്ത്, അതായത് ആ നാട്ടില് ഈ വ്യത്യസ്തമായിട്ടുള്ള പഴയ വസ്തുക്കളൊക്കെ ഈ റോഡരികിൽ വെച്ച് വിൽക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് കണ്ടില്ലേ, അതുപോലെ കുറച്ച് സാധനങ്ങൾ വെച്ച് വിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് മുടി നീട്ടി വളർത്തിയ ഒരു പയ്യൻ പോകുന്നുണ്ട് കേട്ടോ. അവൻ അതിലങ്ങനെ നോക്കി നടന്ന് അവൻ അതിലൊരു സാധനം ഇഷ്ടമാകുന്നുണ്ട്. നോക്കുമ്പോ എന്താ, 25 വർഷങ്ങൾക്ക് മുന്നേ ഓസിയും രോഹനും കൂടെ ആ ഒരു പൊട്ടക്കിണറ്റിലിട്ട് മൂടിയ ആ ഒരു കുരങ്ങന്റെ പാവ, അതും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ. ഇതെങ്ങനെയാണ് 25 വർഷത്തിന് ശേഷം ഇവിടെ എത്തിയത്? എന്തായാലും അവൻ അത് വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ ഓസി മകനായിട്ടുള്ള പീറ്ററിനെയും കാണിക്കുകയാണ്. ആ സമയത്ത് പീറ്റർ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, നിങ്ങൾക്ക് സഹോദരന്മാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ ചേച്ചിമാരോ അങ്ങനെ ആരും ഇല്ലേ? ഈ സമയത്ത് ഓസി പറയണ, ഇല്ലടാ എനിക്ക് ആരും ഇല്ലാന്ന്. അല്ല അച്ഛന്റെ അമ്മയുടെ പേരെന്താണ്? ആ സമയത്ത് ഓസി അമ്മയുടെ പേര് ലോറ എന്ന് പറയാണ്. അമ്മയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ റോഹൻ എന്നൊരു ബ്രദർ ഉണ്ട് എന്നുള്ള കാര്യം ഓസി മറച്ചു വെക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഒന്ന് ചെറുതായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. ഈ നേരത്ത് ഓസി ഒരു വല്ലാത്ത സ്വപ്നം കാണുകയാണ്. അവൻ അന്ന് ആ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ആ ഒരു പാവയെ എറിഞ്ഞില്ലേ, ആ കാര്യം അതുപോലെ കണ്ട് പിന്നീട് ആ കുഴിയിലേക്ക് അവൻ വീഴുന്നത് പോലെ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ അവനൊരു പലകയുടെ മുകളിലാണ്. തൊട്ടു മുന്നിൽ തന്നെ ആ ഒരു മങ്കിയും. എങ്ങനെയാണോ അന്ന് അവൻ ആ ഒരു മങ്കിയുടെ കൈയും കാലും എല്ലാം വെട്ടിമുറിച്ചെടുത്തത്, അതുപോലെ തന്നെ ആ മങ്കിയും അവനെ വെട്ടിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവൻ ചാടി എഴുന്നേൽക്കാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് സ്വപ്നത്തിൽ നിന്നും അവൻ പുറത്തേക്ക് വരുന്നത്. അതേ നേരം തന്നെ അവന്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോള് വരുന്നുണ്ട്. ഫോൺ എടുത്ത് അത് ആരാണെന്ന് ചോദിച്ചപ്പോ ആ ആള് ഞാൻ രോഹനാണെന്ന് പറയാണ്. ഇത് കേട്ട് ഓസി ആകെ ഞെട്ടിപ്പോണ്. രോഹൻ
രോഹനോ, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാ? എവിടെയായിരുന്നടാ നീ? അതൊക്കെ പോട്ടെ, എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഈ സമയത്ത് രോഹൻ പറയാണ്, നീ കാര്യം അറിഞ്ഞോ? എന്താ കാര്യം നോസി ചോദിച്ചപ്പോ നമ്മുടെ ആന്റി പെപ്പർ മരണപ്പെട്ടു. എന്താ പറ്റിയത്, വല്ല അസുഖമായിരുന്നു എന്ന് നോസി ചോദിക്കുമ്പോൾ രോഹൻ പറയാണ്, അസുഖമൊന്നുമല്ല, ഓർമ്മയില്ലേ നിനക്ക് 25 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഫാമിലിയിൽ നടന്ന കാര്യങ്ങള്, നമ്മുടെ അമ്മ മരിച്ചത്, നമ്മുടെ ബേബി സിറ്റർ മരിച്ചത്, പിന്നെ അങ്കിളായിട്ടുള്ള സ്കോട്ട് മരിച്ചത്. അതേ രീതിയിൽ ഒരു വലിയ അപകടത്തിലൂടെയാണ് നമ്മുടെ ആന്റി പെപ്പർ മരണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഈ രോഹൻ മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഓസിയോട് പറയുന്നുണ്ട്. അതായത് ഈ പാവ കൊല്ലുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ശൈലി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രീതി അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിലെ ഒരാള് ആ ഒരു പാവയെ തൊട്ടു അതിനുണർത്തി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കിയിട്ട് മാത്രമേ ആ ഒരു പാവ അടങ്ങിയുള്ളൂ. സോ ഞാനും നീയും നിന്റെ മകനടക്കം എല്ലാവരും ഒരു മരണത്തിന്റെ ഭീഷണിയിലാണ്. നീ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്ന് പറയാണ്. അപ്പോഴും ഓസിക്ക് വിശ്വാസമാകുന്നില്ല. ഇപ്പൊ രോഹൻ പറയാണ്, നിനക്ക് ഓർമ്മയില്ലേ ആ ഒരു കിണർ, ആ കിണറ്റിൽ ഇപ്പൊ പോയി നോക്ക്, അതിനുള്ളിൽ ആ സാധനം ഉണ്ടാവില്ല, അതെങ്ങനെയോ പുറത്തേക്ക് വന്നു, അതിന്റെ നരനായായിട്ട് ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എങ്ങനെയെങ്കിലും അതിന്റെ ആ ഒരു വേട്ടയെ ഇല്ലാതാക്കണം, ആ ശക്തി ഇല്ലാതാക്കണം. അതിന് നീ എന്റെ കൂടെ വരണം, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറയണം. അപ്പോഴും വിശ്വാസമാകാത്ത ഓസി പറയാണ്, എല്ലാ കാര്യം നിനക്കറിയെങ്കിൽ വെറുതെ പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്, എന്റെ പാട്ടിന് വിട്ടേക്കെന്ന് പറയാം. കാരണം ഓസിക്ക് പണ്ട് മുതലേ അവന്റെ ചേട്ടന് ഇഷ്ടമില്ലല്ലോ. എന്തായാലും ഓസി ഇങ്ങനെ മറുപടി കൊടുത്തപ്പോ രോഹന് ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയം കടന്നുപോയി കേട്ടോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ ഒരു ശബ്ദം കേട്ട് ചില സംശയങ്ങൾ തോന്നി. ഓസി പതിയൊന്ന് എഴുന്നേറ്റ് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവിടുത്തെ എസിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് വന്നിട്ട് അതിന്റെ ആ ഒരു വയർ അവിടെ ഉണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിൽ ടച്ച് ആയി നിൽക്കുകയാണ്. അതിനർത്ഥം ആ ഒരു വെള്ളത്തിൽ ഇപ്പൊ കരണ്ട് ഉണ്ട്, അതിലേക്ക് ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ മരണപ്പെടും. ഇതറിയാതെ ഒരു സ്ത്രീ അതിലേക്ക് ചാടാൻ വേണ്ടി പോവാണ്. ഓസി ഓടിച്ചെന്ന് ചാടരുത് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ആ സ്ത്രീ ആ വെള്ളത്തിലേക്ക് ചാടി. അവരുടെ ആ ഒരു ശരീരം ഹൈ വോൾട്ടേജ് കയറി ചെതറി പോവാണ്. അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഓസിയുടെ മുന്നിലേക്ക് തെറിച്ച് വീണ് വരുന്നത്. ഇപ്പൊ ഓസിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. കാരണം ഇതുപോലെ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ 25 വർഷം മുന്നെയാണ് അവനക്ക് കാണാൻ പറ്റിയതും ഫീൽ ചെയ്യാൻ പറ്റിയതും. അതേ സംഭവം ഇപ്പൊ നടക്കണമെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആ മങ്കിയുടെ പാവ തിരിച്ചു വന്നിട്ടുണ്ട്. വേഗം തന്നെ പോയിട്ട് ഓസി മകനായിട്ടുള്ള പീറ്ററിനെ എഴുന്നേൽപ്പിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ, ഇവർ താമസിക്കുന്നത് ഒരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് വേഗം തന്നെ അവനെ വിളിച്ചു നിർത്തിയിട്ട് നമുക്കിനി ഇവിടെ നിൽക്കേണ്ട, ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്, കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടി അവിടുന്ന് പോവുകയാണ്, മറ്റൊരു ഹോട്ടലിൽ താമസിക്കാന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നാളെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ആക്കി കൊടുക്കും. കാര്യം എന്താണെന്ന് പീറ്റർ ചോദിച്ചപ്പോൾ ഓസി പറയാണ്, എന്റെ ആന്റി അറിയില്ലേ, എന്നെ എടുത്ത് വളർത്തിയ ആളാണ്, അവര് മരണപ്പെട്ടു, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം, അതുകൊണ്ട് നീ അമ്മയുടെ കൂടെ നിന്നോന്ന് പറയണം. പക്ഷെ ഓസിയുടെ മകനായിട്ടുള്ള പീറ്റർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അച്ഛാ എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല, അച്ഛന്റെ കൂടെ വരട്ടെ, അച്ഛന്റെ നാടൊക്കെ എനിക്കൊന്ന് കാണണമെന്ന് പറയാം. അങ്ങനെ അവസാനം ഇപ്പൊ ഓസി സമ്മതിക്കുകയാണ്. അവര് മറ്റൊരു ഹോട്ടലിൽ പോയിട്ട് താമസിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയായിട്ട് ഓസി എഴുന്നേറ്റ് നോക്കുമ്പോൾ മകനായിട്ടുള്ള പീറ്ററിനെ കാണാനില്ല. അവിടെ മുഴുവൻ തപ്പി നോക്കി, അവനാകെ പേടിച്ചു പോയി കേട്ടോ. എന്നാൽ ചെറുക്കൻ പുറത്ത് എന്തോ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ അവനെ ജീവനോടെ കണ്ടപ്പോഴാണ് ഓസിക്ക് ആശ്വാസമായത്. അങ്ങനെ രണ്ടുപേരും ചേർന്നിട്ട് ആന്റി, അതായത് പെപ്പറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ എത്തിയപാട് തന്നെ വീടിന് ഇപ്പോൾ ഓണേഴ്സ് ആയിട്ട് ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് വിൽക്കാൻ വെക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് ഓസി സംസാരിക്കുകയാണ് കേട്ടോ. അതായത് ആന്റി മരിച്ചു പോയതുകൊണ്ട് ഇനിയിപ്പോ അവകാശികളായിട്ട് ഓസിയും അവന്റെ ബ്രദർ ആയിട്ടുള്ള രോഹനാണുള്ളത്. അപ്പൊ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കണം. ഈ കാര്യം ആര് കേട്ടു? നമ്മുടെ പീറ്റർ കേൾക്കാണ്. അതായത് അച്ഛൻ അവനോട് പറഞ്ഞത് അച്ഛന് ഒരു ബ്രദറോ സിസ്റ്ററോ ആരും ഇല്ല എന്നാണ്. എന്നാൽ ആ ഒരു ഏജന്റിനോട് സംസാരിച്ചപ്പോൾ അച്ഛനൊരു ബ്രദർ ഉണ്ട് എന്നുള്ള കാര്യം പീറ്ററിന് മനസ്സിലായി. ചെറുതായിട്ട് ദേഷ്യം വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഇപ്പൊ അച്ഛന്റെ കൂടെ നേരെ ആ ഒരു വീട്ടിലേക്ക് പോകണം. അവരുടെ കൂടെ തന്നെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റും ഉണ്ട്. അപ്പൊ ആ ഒരു ലേഡി നമ്മുടെ ഓസിയോട് ഒരു കാര്യം പറയാണ്, സാറേ എന്താണെന്നറിയില്ല, നിങ്ങളുടെ ആന്റി ഇവിടെ വെച്ച് മരിച്ചല്ലോ. അതിനുശേഷം ഈ നാട്ടില് ഈ ഒരു പ്രദേശത്തായിട്ട് പല രീതിയിലുള്ള ദുർമരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരാൾ ഗാർഡനിൽ ഒരു പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മെഷീനിലേക്ക് വീണ് അയാളുടെ തല അതിൽ പെട്ടുപോയി ചെതറിപ്പോയി. അതുപോലെ വേറൊരാള് ഈ കോഫി മെഷീൻ അതിൽ നിന്ന് പവർഫുൾ ആയിട്ടുള്ള ചൂടാവി വന്നിട്ട് അയാൾ മരണപ്പെട്ടുപോയി. പിന്നെ വേറൊരു ലേഡി ഗോൾഫ് കളിക്കുന്ന സമയത്ത് ആ ഒരു പന്ത് വീഴുന്ന ഹോൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു വിഷപ്പാമ്പ് വന്ന് അവരെ കടിച്ചു. ടോട്ടലി പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ദുർമരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിലൂടെ അവർ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഓസി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, മാഡം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തായാലും ഈ വീട് മുഴുവനായിട്ട് നോക്കിയതല്ലേ, ആ സമയത്ത് ഒരു പഴയ ഒരു കുരങ്ങന്റെ പാവ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇപ്പൊ അവർ ലേഡി പറയാണ്, കുരങ്ങന്റെ പാവയോ? ഏയ് ഞങ്ങൾ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഇതേ നേരം തന്നെ ഒരു വാതിലിന്റെ അടുത്തേക്ക് ഇവർ വന്നിട്ടുണ്ട്. കുറെ നാളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു വാതിലാണ്. അത് തുറക്കാനായിട്ട് ഈ ലേഡി നോക്കുന്നുണ്ട്. എന്നാൽ ഓസിക്ക് ഉള്ളിൽ എന്തോ ഒരു ഫീല്, വേണ്ട അത് തുറക്കണ്ട, എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ആ ഒരു ഭയത്തിൽ അവൻ അത് പറയുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു ലേഡി പറയാണ്, നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കുന്നേ, ഞാൻ തുറക്കുന്ന ഒരു വാതിലല്ലേ. ഇതും പറഞ്ഞ് അവർ ആ ഒരു വാതിൽ തുറന്നതേ ഓർമ്മയുള്ളൂ. ഈ വാതിൽ തുറക്കുന്ന സമയത്ത് ആക്റ്റീവ് ആകാൻ വെച്ച ഒരു ഗണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ആ ഗണ്ണ് ആക്റ്റീവായി ഒരൊറ്റ പൊട്ടലാണ്. മറ്റേ ആ ഒരു ഡബിൾ ബാരൽ ഗണ്ണത്തെ ബുള്ളറ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനം തോന്നുന്നു. അത് വന്ന് ഈ ലേഡിയുടെ ദേഹത്ത് തുളച്ച് കയറുകയാണ്, ചെതറിപ്പോയി. മാത്രമല്ല അവരുടെ വിരലിന്റെ ഒരു കഷ്ണം നമ്മുടെ ഓസിയുടെ അണ്ണാക്കിൽ പോയിട്ടാണ് നിന്നത്. തൊട്ട് മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് ഓസി ഷോക്കായി അങ്ങനെ നിശ്ചലനായിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഓസിക്ക് ഒരു കാര്യം കൺഫേം ആയി. അതായത് പണ്ടത്തെ ആ ഒരു ശാപം അവന്റെ പിന്നാലെ ഇപ്പോ വന്നിരിക്കുകയാണ്. ആ കുരങ്ങിന്റെ ശാപം, ആ കുരങ്ങ് പിശാച്. എന്തായാലും ഒരു മരണം ഇവിടെ നടന്നതല്ലേ, പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നു ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. എല്ലാത്തിനുള്ള മറുപടി ഓസി കൊടുക്കുന്നുണ്ട്. ഇപ്പോ വീടിന്റെ പുറത്താണെങ്കിൽ ഫുൾ ആൾക്കൂട്ടും അതുപോലെ തന്നെ
തന്നെ പോലീസുകാരാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ചു നേരം മുന്നേ കണ്ട ആ ഒരു മുടിയനുണ്ടല്ലോ, റോഡ് സൈഡിൽ ആ ഒരു മങ്കിയെ വെച്ച് വിൽക്കുന്ന സമയത്ത് അത് മേടിച്ച ആ ഒരു പയ്യൻ, അവനെ കാണിക്കണം. അവനും ഈ ഒരു കാര്യം കാണുന്നുണ്ട്. ഇതേ നേരം തന്നെ വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ഓസി ഉണ്ടല്ലോ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു മങ്കി പാവയെ കിട്ടുമെന്ന് നോക്കാൻ. അതേ നേരം തന്നെ ആ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചത് മറ്റാരുമല്ല, അവന്റെ ചേട്ടനായിട്ടുള്ള രോഹനാണ്. നീ എന്താ അവിടെ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ആ ഒരു പാവ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയണം. അതുപോലെ തന്നെ ഈ വീട് മേടിക്കാൻ വന്ന ആ ഒരു ഏജന്റ് അവരും ഇവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രോഹൻ പറയാണ്, സംഗതി അത്യാവശ്യം പ്രശ്നമാണ്, അതുകൊണ്ട് നീ ഇന്ന് അവിടെ നിൽക്കണ്ട, തൽക്കാലം അവിടെ വിട്ട് പുറത്തിറങ്ങിക്കോ, വല്ല ഹോട്ടലും പോയിട്ട് താമസിക്കുക, ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ്. പക്ഷേ എന്താ അവനിങ്ങനെ പൂർണ്ണമായിട്ട് ഒരു കാര്യം പറയാതെ എന്തൊക്കെയോ അവൻ മറയ്ക്കുന്നത് പോലെ ഓസിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ബുക്കെല്ലാം എടുത്ത് ഏതോ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് നിന്നാണ് രോഹൻ വിളിച്ചത്. സോ ആ ഒരു നമ്പർ അങ്ങോട്ടേക്ക് ട്രേസ് ചെയ്ത് അങ്ങോട്ടേക്ക് വിളിച്ച സമയത്ത് രോഹൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ ഒരു കാര്യം കാണിക്കുന്നത്. ഈ നാട്ടിൽ ഈയിടെയായിട്ട് നടക്കുന്ന പല ദുർമരണങ്ങളും ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ മറ്റാരുമല്ല, ഓസിയുടെ ബ്രദർ ആയിട്ടുള്ള രോഹൻ തന്നെയാണ്. ആക്ച്വലി ഓസി അറിയാതെ മറ്റൊരു കാര്യം കൂടെ രോഹന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു 25 വർഷം പിന്നിലേക്ക് നമ്മളെ വീണ്ടും കൊണ്ടുപോവാണ്. അതായത് അന്ന് രണ്ടുപേരും കൂടെ ആ പൊട്ടക്കിണറ്റിലേക്ക് ആ ഒരു പാവയെ കൊണ്ടിട്ടല്ലോ. പിന്നീട് രണ്ടുപേരും അവിടുന്ന് തിരിച്ചു പോയെങ്കിലും രോഹന് എന്തോ ഒരു സംശയം, ഇനിയിപ്പോ കിണറ്റിന്റെ അടിയിൽ അത് വീണ്ടും ഉണ്ടാവോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവോ. ഇതറിയാനായിട്ട് ഓസി അറിയാതെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വന്ന് ആ ഒരു കിണറ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി താഴെ വന്ന് നോക്കുമ്പോൾ ആ ഒരു പാവയെ അവിടെ കാണാനില്ല. അത് അവിടെ വെച്ച് മിസ്സായിട്ടുണ്ട്. എന്നാൽ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു ചാവി അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതെടുത്തുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി വരികയാണ്. പിന്നീട് കുറേയൊക്കെ അവിടെ പരിശോധിച്ച് നോക്കി, എവിടുന്നും ആ ഒരു പാവയെ കിട്ടിയില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകും തോറും രോഹന്റെ ലൈഫ് വളരെ മോശമായിട്ട് വരികയായിരുന്നു. എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ഈ ഒരു പാവയെ തന്നെ കാണുന്നു. സ്വപ്നമായിട്ടും അവന്റെ തോന്നലുകളായിട്ടും അവന്റെ പിന്നാലെ തന്നെ ആ ഒരു പാവ ഉള്ളതുപോലെ അവന് തോന്നുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടും തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൻ വിചാരിച്ചു, എന്തായാലും ഈ പാവയെ തേടി കണ്ടുപിടിക്കണം. കുറെ നാളങ്ങനെ തേടി നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇടയായിട്ട് മുടിയൻ ആ ഒരു പാവ എവിടുന്നോ മേടിച്ചു കൊണ്ടുവന്നു. അവന്റെ കയ്യിൽ രോഹൻ ആ ഒരു പാവയെ കണ്ട് അവന്റെ കയ്യിൽ നിന്നും ചെറിയൊരു വില കൊടുത്ത് രോഹൻ അത് മേടിച്ചു. അവന്റെ കയ്യിൽ ആ ഒരു പാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആ ഒരു ചാവി ഉള്ളത് ഇപ്പോഴും രോഹന്റെ കയ്യിൽ തന്നെയാണ്. അതായത് അന്ന് കിണറ്റിലേക്ക് ഇറങ്ങിയ സമയത്ത് അവൻ ആ ഒരു ചാവി കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയായിരുന്നല്ലോ, അതിപ്പോഴും രോഹന്റെ കയ്യിലുണ്ട്. ഇപ്പൊ മുടിയന്റെ കയ്യിൽ നിന്ന് പാവയും കൂടെ മേടിച്ചപ്പോൾ രണ്ടും ആയല്ലോ. പിന്നീട് ആ പാവയുടെ ഉള്ളിൽ ആ ഒരു കീ ഇട്ട് ഓരോ തവണ തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ നാട്ടിൽ ഓരോ ദുർമരണങ്ങൾ സംഭവിക്കുന്നത്. സോ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. അതായത് രോഹൻ ആ ഒരു മുടിയന്റെ കയ്യിൽ നിന്ന് ചെറിയ വില കൊടുത്ത് ഈ പാവ വാങ്ങിയല്ലോ. എന്നാൽ ആ മുടിയന് പിന്നീട് മനസ്സിലായി ഈ പാവ അത്ര നിസാരമായിട്ടുള്ള ഒരു സാധനമല്ല, അതിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ശരിക്കും രോഹൻ അവനെ പറ്റിച്ചതാണ്. ചെറിയ വില കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചു. എന്നാൽ അത് തിരിച്ചു മേടിക്കാനായിട്ട് രോഹന്റെ വീട്ടിലേക്ക് മുടിയൻ ഇപ്പൊ ചെല്ലുകയാണ്. എന്നാൽ അവിടുന്ന് ഈ മുടിയനെ രോഹൻ ഭീഷണിപ്പെടുത്തി ഓടിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും നിനക്ക് ആ ഒരു പാവ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് ഭയങ്കര ദേഷ്യത്തിൽ മുടിയൻ അവിടുന്ന് തിരിച്ചു പോവാണ്. നേരെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലുണ്ടായിരുന്ന അവന്റെ ഗൺ എടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഓസിയും മകനായിട്ടുള്ള പീറ്ററിനെയും കാണിക്കുകയാണ്. അന്ന് രാത്രി ആന്റിയുടെ വീട്ടിൽ നിൽക്കാതെ മറ്റൊരു ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓസി മകനായിട്ടുള്ള പീറ്ററിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ എന്തായാലും ഇനി ഇവിടുത്തെ പ്രശ്നങ്ങളിലൊന്നും മോൻ തലയിടാൻ വരണ്ട. മോനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ ഇനി ഉണ്ടായേക്കാം. അതുകൊണ്ട് മോനെ നാളെ തന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്കാക്കും. ആ സമയത്ത് പീറ്ററിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. പീറ്റർ പറയാണ്, അമ്മയുടെ അടുത്താക്കിയിട്ട് അമ്മയുടെ പുതിയ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോകും, ഞാൻ പിന്നെ അവരുടെ മകനായിരിക്കും, പിന്നെ ഒരിക്കലും അച്ഛൻ എന്നെ കാണാൻ വരില്ല അല്ലേ, എന്നെ ഉപേക്ഷിക്കുകയല്ലേ, നിങ്ങളെ കുറിച്ച് ഞാൻ എന്തൊക്കെയാ വിചാരിച്ച്, അച്ഛാ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ, എന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണല്ലേ, ആർക്കോ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല അച്ഛാ വിചാരിച്ചത്. എന്തായാലും അവരിപ്പോ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഓസിയുടെ ഭയങ്കര ദേഷ്യത്തിലാണ് പീറ്റർ. കാരണം അവന് നിൽക്കാൻ ഇഷ്ടം ഈ ഒരു ഓസിയുടെ കൂടെയാണ്, അമ്മയുടെ കൂടെയും അമ്മയുടെ പുതിയ ഹസ്ബൻഡിന്റെ കൂടെയും നിൽക്കാനായിട്ട് അവന് ഒരു താല്പര്യമില്ല. എന്തായാലും ആ സമയത്ത് വീണ്ടും ഓസിയെ രോഹൻ വിളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഓസി രോഹനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ഇവിടെ നടക്കുന്ന ഓരോ ദുർമരണങ്ങളും അതിന്റെ പിന്നിൽ നീയാണ്, നിന്റെ കയ്യിൽ ആ ഒരു പാവ ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ദയവ് ചെയ്ത് ആ ചാവി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ആ ഒരു പാവക്കിട്ട് നീ തിരിക്കല്ലേ, എത്ര ആൾക്കാരെയും മരിച്ചു പോകുന്നത്. ഈ സമയത്ത് രോഹൻ പറയണ, ശരി നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കാം, പക്ഷെ അതിന് പകരമായിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ നിന്റെ മകനുണ്ടല്ലോ പീറ്റർ അവനെയും കൂട്ടിയിട്ട് വാന്ന് പറയണം. എനിക്ക് പകരം അവൻ ആ ഒരു ചാവി ഇരിക്കട്ടെ, അപ്പൊ അവനൊന്നും പറ്റില്ല, നിന്റെ മകൻ സേഫ് ആയിരിക്കും. എന്താ സമ്മതാണോ ചോദിച്ചിട്ട് ഇപ്പൊ രോഹൻ ഫോൺ കെട്ടിയാണ്. ഓസിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ല. ഇവൻ എന്താ പ്രാന്തായോ, വെറുതെ അതിങ്ങനെ പിടിച്ച് തിരിച്ച് ആൾക്കാരെ കൊല്ലേണ്ട ആവശ്യം എന്താണ് ഈ രോഹന്. അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പോലീസുകാരുടെ വേഷത്തിൽ ഒരാൾ വരുന്നത്. മറ്റാരുമല്ല, മുടിയൻ. അവന്റെ കയ്യിൽ ഒരു ഗണ്ണും ഉണ്ട് കേട്ടാ. വന്ന വാർഡ് തന്നെ ഗൺ പോയിന്റിൽ യോസിയും അതുപോലെ തന്നെ മകനായിട്ടുള്ള പീറ്ററിനെയും നിർത്തുകയാണ്. എന്നിട്ട് അവന്റെ കാറിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനുശേഷം ഓസി അതുപോലെ തന്നെ പീറ്റർ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഈ മുടിയൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. മറ്റൊരു സ്ഥലം എന്ന് വെച്ചാൽ അത് രോഹന്റെ വീടാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് ഇവരെ കൊണ്ടുവന്ന സമയത്ത് ഈ ഓസി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുവന്നേ. ഇപ്പോ ഈ മുടിയൻ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് അവകാശപ്പെട്ട എന്റെ ഒരു സാധനം ഉണ്ട്, അത് ചെറിയ വിലക്ക് നിന്റെ ചേട്ടൻ എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു, എനിക്ക് ആ സാധനം തിരിച്ചു വേണം. പിന്നീട് ഈ മുടിയൻ ഓസിയുടെ തലയിൽ ഗണ്ണ് വെച്ചിട്ട് ഓസിയുടെ മകനായിട്ടുള്ള പീറ്ററിനോട് ആ സാധനം ആ പാവ ഉള്ളിൽ നിന്നും എടുത്തിട്ട് വരാൻ വേണ്ടി പറയാണ്. ഈ നേരത്ത് ഓസി പറയുന്നുണ്ട്, നീ എന്താണ്
പൊട്ടായി കാണിക്കുന്നത്. അതൊരു പാവയൊന്നുമല്ല, അതൊരു പിശാചാണ്. അത് നിന്റെ കയ്യിൽ വെച്ചാൽ നിന്റെ ചുറ്റുമുള്ളവർക്ക് തന്നെയാണ് ആപത്ത്. നിന്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങള് ഇവർക്കൊക്കെ എന്തെങ്കിലും പറ്റുന്നു പറഞ്ഞപ്പോ ഇതൊന്നും ഈ മണ്ടൻ കേൾക്കുന്നില്ല. ഇവൻ പറയാണ് വെറുതെ എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. പിന്നീട് പീറ്ററിനോട് പറയണം മര്യാദക്കുള്ളിൽ പോയിട്ട് ആ പാവ എടുത്തുകൊണ്ട് വന്നോ. നിന്റെ അച്ഛന്റെ ചേട്ടന്റെ വീടാണത്, അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിക്കോ. നീ ആ ഒരു പാവ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് നിന്റെ അച്ഛനെ ആ വെടിവെച്ച് കൊല്ലുന്നു പറയാണ്. അങ്ങനെ പേടിച്ചു പോയ പീറ്റർ ഇപ്പൊ ആ ഒരു പാവ എടുക്കാനായിട്ട് നേരെ റോഹന്റെ വീടിന്റെ ഉള്ളിൽ പോവാണ്. അങ്ങനെ കടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ചരട് ഉണ്ടായിരുന്നു. അത് ഈ പീറ്റർ അറിയാതെ ചവിട്ടി പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു കോടാലി ടക്നായിട്ട് വരുന്നുണ്ട്. വീട്ടിനുള്ളിൽ കയറുന്നവർക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടി രോഹൻ ഒപ്പിച്ചു വെച്ച ട്രാപ്പാണിത്. അതുപോലെ വേറെയും ട്രാപ്പുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആ വീടിനുള്ളിലേക്ക് നമ്മുടെ പീറ്റർ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അങ്ങനെ അവൻ കയറി വന്ന് നോക്കുന്ന സമയത്ത് അവന്റെ അച്ഛന്റെ ബ്രദർ ചേട്ടനുണ്ടല്ലോ രോഹൻ ആ ഒരു പാവയോട് ഒരു പ്രാന്തനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ ആ ആളെ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയിട്ടല്ല നീ കൊല്ലേണ്ടത്. പ്രാന്തമായിട്ട് രോഹൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പീറ്റർ വരികയാണ്. പീറ്ററിനെ രോഹൻ കണ്ടു. എന്നാൽ അവനെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. രോഹൻ പറയാണ് നീ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ നിന്റെ അച്ഛന്റെ ചേട്ടനാണ്, പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ദാ ഈ കാണുന്ന പാവയുടെ പിന്നിൽ ആ ഒരു ചാവി തിരിച്ചിട്ടുണ്ട്, നീ കൂടെ ഒന്ന് തിരിക്കുന്നു പറയണം. എന്തായാലും രോഹൻ പറഞ്ഞതുകൊണ്ട് പീറ്റർ ആ ഒരു ചാവി അത് പിടിച്ച് തിരിക്കുകയാണ്. ഇതേ നേരം തന്നെ പുറത്ത് കാറിൽ ഓസിയുടെ തലയിൽ ഗണ്ണ് വെച്ചുകൊണ്ട് ആ ഒരു മുടിയൻ ഇരിക്കുന്നുണ്ടല്ലോ, അവന്റെ ഗണ്ണ് തെന്നാലെ പൊട്ടിപ്പോവാണ്. അതിൽ ആ ഒരു ബുള്ളറ്റ് ഗ്ലാസിന്റെ ചില്ല് തകർത്തുകൊണ്ട് അപ്പുറത്തുണ്ടായിരുന്ന ഒരു കടന്നൽ കൂടുണ്ട്, അതിനുള്ളിൽ പോയിട്ട് തുളച്ചു കയറുകയാണ്. ഇപ്പൊ ആ ഒരു കൂട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന കടന്നൽ മുഴുവനായിട്ട് മിളകി ആ ഗ്ലാസിന്റെ ഉള്ളിലൂടെ കയറി വന്ന് ഈ ചെറുക്കനുണ്ടല്ലോ ഈ മുടിയൻ ഇവന്റെ വായിലൂടെ കയറി പോവാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ അവനെ കൊല്ലുന്നുണ്ട്. ഈ കാര്യം വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന രോഹന് മനസ്സിലായി. അതായത് ആ ഒരു മുടിയനാണ് മരിച്ചതെന്ന്. എന്തായാലും രോഹന്റെ പ്ലാൻ അതായിരുന്നില്ല. സ്വന്തം ബ്രദറായിട്ടുള്ള ഓസിയെ കൊല്ലലായിരുന്നു രോഹന്റെ പ്ലാൻ. കാരണം എന്താ വെച്ചാല് അമ്മ മരിച്ചു പോയില്ലേ, അമ്മയുടെ മരണത്തിന് കാരണം ഓസിയാണെന്ന് രോഹന് നന്നായിട്ട് അറിയാം. കാരണം ഓസി ആ ഒരു ചാവി തിരിച്ചതുകൊണ്ടാണല്ലോ അമ്മ മരിച്ചു പോയത്. പിന്നീട് ഇവരുടെ ചെറുപ്പകാലൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പൊ എല്ലാത്തിനും കാരണം ഓസിയാണ്. അപ്പൊ ഓസിയോട് ഈ രോഹന് ഭയങ്കര പകയാണ്. രോഹൻ പലതവണ ആ ഒരു ചാവി തിരിച്ചെങ്കിലും ഓസി മരണപ്പെട്ടില്ല. അപ്പൊ ഓസിയുടെ മകനായിട്ടുള്ള പീറ്റർ വന്ന് ആ ഒരു ചാവി തിരിക്കുകയാണെങ്കിൽ ഓസി മരണപ്പെടും എന്നുള്ള ചിന്തയിലാണ് രോഹൻ ഓസിയുടെ മകൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും എന്നിട്ട് ആ ഒരു ചാവി തിരിക്കാൻ പറഞ്ഞത്. സംഗതി എന്തായാലും പാളിപ്പോയി. ഓസിക്ക് പകരം മരിച്ചുപോയത് അവന്റെ തലയിൽ ഗണ്ണ് വെച്ചിരിക്കുന്ന ആ മുടിയനായിരുന്നു. ഇത് തന്നെയാണ് ഇത്രയും നാളും ഈ നാട്ടിൽ സംഭവിച്ചത്. അതായത് ഓസിയെ കൊല്ലണമെന്ന് വിചാരിച്ച് രോഹൻ ആ ഒരു ചാവി പലതവണ തിരിക്കുമ്പോഴും ഈ നാട്ടിലെ പല ആളുകളാണ് മരിച്ചത്. അതായത് അവൻ വിചാരിക്കുന്ന ആളെ ഒന്നുമല്ല ഈ ഒരു മങ്കിപ്പാവ കൊന്നുകളയാ, അതിനിഷ്ടമുള്ള ആളെയായിരിക്കും. എന്തായാലും സംഗതി നന്നായിട്ട് പാളി. രോഹന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇപ്പൊ ആ ഒരു പാവയെ കയ്യിലെടുത്ത് അതിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിന്റെ ആ ഒരു കൈ ഉണ്ടല്ലോ അതൊക്കെ ഇറക്കി പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ അതിന്റെ ആ ഒരു പവറിന്റെ മുന്നിൽ രോഹന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവനെടുത്ത് തൂക്കി എറിയാണ്. മാത്രമല്ല ഇതിനുശേഷം രോഹന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ ആ ഒരു പാവ നിലത്ത് ചെന്ന് വീണ് അതിന്റെ ആ ഒരു കൈകൾ കൊണ്ട് ആ ഒരു ചെണ്ടയിലേക്ക് ഇതുവരെയും അടിക്കാത്ത അത്രയും ഫോഴ്സിൽ ടങ്ങ 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 അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചുറ്റുഭാഗത്തു നിന്നും പല ആൾക്കാരുടെ നിലവിളി കേൾക്കുന്നുണ്ട്. അതുപോലെ ഇവർ നിൽക്കുന്ന ആ ഒരു ബിൽഡിംഗ് അതുവരെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ തുടങ്ങി. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഓസി വന്ന് കയറുന്നത്. ആ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റാതെ നിലത്ത് തന്നെ രോഹൻ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ രോഹൻ ഓസിയെ നോക്കിയിട്ട് പറയണ എടാ നിന്നെ കൊല്ലാനായിട്ട് ഞാൻ പല പ്ലാനുകൾ ഉണ്ടാക്കി, ഈ പാവയെ പല തവണ തിരിച്ചു, പക്ഷേ നിനക്ക് പകരം വേറെ ഒരുപാട് ആൾക്കാരാണ് മരണപ്പെട്ടു പോയത്. നീ കാരണമാണ് നമ്മുടെ അമ്മ നമുക്ക് നഷ്ടമായത്. നീ ആ ഒരു പാവയുടെ ചാവി തിരിച്ചുകൊണ്ടാണ് ചെറുപ്പത്തിൽ നമ്മുടെ അമ്മ അടുക്കളയിൽ വെച്ച് മരിച്ചത്. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്, ചെവിന്ന് വായിന്നൊക്കെ ചോര വന്നിട്ട്. അപ്പൊ നീയാണ് അതിന് കാരണം. ഇപ്പൊ ഓസി പറയണ രോഹ നീ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ചാവി തിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ അന്ന് കുട്ടികളായിരുന്നില്ലേ, എന്താണെന്ന് പോലും അറിയാതെ ഞാൻ അത് തിരിച്ചു. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു, അതിന്റെ പേരിലാണോ നിനക്ക് എന്നോട് ഇത്ര പക? പിന്നീട് രോഹനെ ഓസി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. സോ അവരുടെ ഇടയിൽ ആ ഒരു പഴയ സ്നേഹം ഉണ്ട് കേട്ടോ. എത്ര കുറുമ്പ് കാണിച്ചാലും സഹോദരങ്ങളല്ലേ, അവര് സ്നേഹം കാണിച്ചു പോവാ, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് ഓസി രോഹന്റെ കൈ പിടിച്ച് അവൻ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പീരങ്കി ചുമ്മാ ഒരു കളിപ്പാട്ടം പോലെ വെച്ചതാണ്. അതിന്റെ ഉള്ളിൽ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് രോഹന്റെ തലക്കിട്ട് ഒരൊറ്റ അടിയാണ്. ശരീരത്തിൽ നിന്ന് തല തന്നെ തെറിച്ചു പോയിട്ട് പല കഷ്ണങ്ങളായിട്ട് ആ ഒരു തല ചിതറി പോവുകയാണ്. അതായത് അവസാന സമയത്ത് ആ ഒരു പാവയെ വല്ലാണ്ട് ഈ രോഹൻ ദേഷ്യം പിടിപ്പിച്ചു. അതുപോലെ തന്നെ അവസാനം അത് തിരിച്ചത് പീറ്റർ ആണല്ലോ. സോ അവന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെയാണ് പിന്നീട് ആ ഒരു പാവ കൊല്ലുക. ആ വകയിൽ ഇപ്പൊ രോഹൻ മരണപ്പെട്ടു പോയി. എന്തായാലും ഓസിക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നീട് മകനെയും കൂട്ടി അതുപോലെ തന്നെ ആ ഒരു പാവയെ എടുത്ത് കാറുമായിട്ട് ഈ സ്ഥലം വിട്ടേനെ പോവാണ്. പോകുന്ന നേരത്ത് ഈ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഇത് ചെറിയൊരു ശാപമൊന്നുമല്ല, വലിയ എന്തോ ഒന്ന് ഇതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ ഇവര് റോഡിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് കുതിരപ്പുറത്ത് പോകുന്ന ഒരു പ്രത്യേകതരം രൂപം അവര് കാണുകയാണ്. മുടിയെല്ലാം നരച്ച ചോര കണ്ണുള്ള ഒരു മനുഷ്യൻ, കാണുമ്പോൾ തന്നെ പേടിയാകുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു രൂപം. പിന്നീട് അവരെ വളരെ രൂക്ഷമായി നോക്കി ആ രൂപം അവിടുന്ന് മറഞ്ഞില്ലാതായി പോവുക. അതായത് ഇതൊരു പാവയാണ്. ഈ പാവയ്ക്ക് പിന്നിൽ മറ്റെന്തോ ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇവര് ആ ഒരു റോട്ടിൽ വെച്ച് നേരിട്ട് കണ്ടത്. അതുപോലെ തന്നെ ഇവര് നോക്കുമ്പോൾ ആ റൂട്ടിലൂടെ ഒരു സ്കൂൾ ബസ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് പിള്ളേരുണ്ട്. എന്തോ ഹോളിഡേ ട്രിപ്പ് ആണെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാ പിള്ളേരും പുറത്തേക്ക് തലയിട്ട് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിലൂടെ
ഒരു ട്രക്ക് പോകുന്നുണ്ട്. ആ പോയ ട്രക്ക് ഉണ്ടല്ലോ, ആ ബസ്സിനോട് ഒരഞ്ഞുകൊണ്ടാ പോയത്. അതായത് പുറത്തേക്ക് തലയിട്ട എല്ലാവരുടെയും തല ചതഞ്ഞരഞ്ഞ് ഇല്ലാതാവുക. ഈ കാഴ്ചയുണ്ടല്ലോ ഓസിയും അതുപോലെ തന്നെ അവന്റെ മകനായിട്ടുള്ള പീറ്ററും നേരിട്ട് കാണുക. ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു കാഴ്ച അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം അത് അത്രയും ബ്രൂട്ടലായിരുന്നു. ഇതിങ്ങനെ നടക്കുന്ന സമയത്തും യാതൊരു കുഴപ്പമില്ലാതെ അവരുടെ കാറിന്റെ പിന്നിൽ ആ ഒരു കുരങ്ങന്റെ പാവ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എന്തായിരിക്കും ആ ഒരു പാവ, അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്തായിരിക്കും, ഇതൊന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. ചിലപ്പോ ഇതിന്റെ 2ാം ഭാഗം വരികയാണെങ്കിൽ അതിൽ കാണിക്കുകയായിരിക്കും. ഈ സിനിമ ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന്റെ 2ാം ഭാഗം ഇനി വരണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിയും. അപ്പൊ വന്നാൽ ആ ഒരു കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.